അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാന്റെ വരികൾ ഓർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആദ്യമേ ഏവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനം 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹായസിലേക്ക് പറന്നുയരുന്ന ദിനം. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രപിതാവ് ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കാം. ജാതിയും മതവും മണ്ണവും നിറവും മറന്ന് മനുഷ്യരെല്ലാം ഒരുമിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകൾ മറികടന്നു 1857 ആരംഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1947 അവസാനം കണ്ടത്. കച്ചവടം ലക്ഷ്യമിട്ട് വന്നവർ അനുകൂല സാഹചര്യങ്ങളിലൂടെ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കി. അഹിംസയും സത്യാഗ്രഹവും സമര ആയുധമാക്കി ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം പൊരുതി നേടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജ്ഞാനത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. 1947 നിന്ന് 2024 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ ഒന്നാമനാണ്. എന്തൊക്കെയാണെങ്കിലും ഇന്ത്യ പരസ്പരം മത്സരിച്ച് ഉണ്ടാകുന്ന കാഴ്ച എത്ര ദുഃഖകരമാണ്. കൊലപാതകങ്ങളും സ്ത്രീധന പീഡനങ്ങളും കുഞ്ഞുങ്ങളെ മേലുള്ള അതിക്രമണങ്ങളും തുടർക്കഥയാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലിയാൽ മാത്രം നാം ഇന്ത്യക്കാരാകില്ല. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് എന്റെ സ്വപ്നം, അല്ല നമ്മുടെ സ്വപ്നം. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം നാം വരവേൽക്കുന്നത് മഹാദുരന്തത്തിൽ നിന്നാണ്. അങ്കോളയിലെ മഹാദുരന്തത്തിലും വയനാട്ടിലെ ഉരുൾപൊട്ടലിലും കയ്യും മെയ്യും മറന്ന് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും തെളിവാണ്. സ്നേഹത്തോടെ ഒത്തൊരുമയോടെ ഇനിയും നമുക്ക് പ്രവർത്തിക്കാം. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി നേടുന്നു എന്ന കവിവാക്യം ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.